ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവ് എങ്ങനെയാണ് കടാക്ഷിക്കേണ്ടത്? എ. സ്നേഹപൂർവം, ബി. ദയാപൂർവം, സി. കാരുണ്യപൂർവം, ഡി. അനുഗ്രഹപൂർവം. ഉത്തരം സി. കാരുണ്യപൂർവം. ചോദ്യം 2. ആരാണ് കർത്താവിനെ ഭയപ്പെടാൻ ഇടയാകേണ്ടത്? എ. വിജാതിയർ, ബി. ശത്രുക്കൾ, സി. രാജാക്കന്മാർ, ഡി. എല്ലാ ജനതകളും. ഉത്തരം ഡി. എല്ലാ ജനതകളും. ചോദ്യം 3. ആർക്കെതിരെയാണ് കർത്താവ് കരമുയർത്തേണ്ടത്? എ. എല്ലാ ജനതകൾക്കും, ബി. അന്യജനതകൾക്ക്, സി. വിജാതിയർക്ക്, ഡി. ശത്രുക്കൾക്ക്. ഉത്തരം ബി. അന്യജനതകൾക്ക്. ചോദ്യം 4. എന്ത് വീണ്ടും പ്രവർത്തിച്ചാണ് കർത്താവിൻ്റെ കരബലം പ്രകടമാക്കേണ്ടത്? എ. ശക്തിയും ബലവും, ബി. അധികാരവും കരുണയും, സി. അടയാളങ്ങളും അത്ഭുതങ്ങളും, ഡി. മഹത്വവും തേജസ്സും. ഉത്തരം സി. അടയാളങ്ങളും അത്ഭുതങ്ങളും. ചോദ്യം 5. എന്തിനെ ഉണർത്തി ക്രോധം വർഷിച്ചാണ് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത്? എ. ശക്തി, ബി. ബലം, സി. ശത്രുത, ഡി. കോപം. ഉത്തരം ഡി. കോപം. ചോദ്യം 6. എന്ത് അനുസ്മരിച്ചാണ് കർത്താവ് കാലത്തെ ത്വരിപ്പിക്കേണ്ടത്? എ. വിശ്വസ്തത, ബി. വാഗ്ദാനം, സി. കാരുണ്യം, ഡി. അനുഗ്രഹം. ഉത്തരം ബി. വാഗ്ദാനം. ചോദ്യം 7. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ആരുടെ തലയാണ് തകർക്കേണ്ടത്? എ. അന്യജനതകളുടെ, ബി. അഹങ്കാരികളുടെ, സി. ധിക്കാരികളുടെ, ഡി. ശത്രു രാജാക്കന്മാരുടെ. ഉത്തരം ഡി. ശത്രു രാജാക്കന്മാരുടെ. ചോദ്യം 8. ഏത് ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടി അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകേണ്ടത്? എ. യാക്കോബിൻ്റെ, ബി. ജോസഫിൻ്റെ, സി. യൂദായുടെ, ഡി. ശിമയോൻ്റെ. ഉത്തരം എ. യാക്കോബിൻ്റെ. ചോദ്യം 9. കർത്താവ് തൻ്റെ ആദ്യജാതനെ പോലെ പരിഗണിച്ച ജനം ഏത്? എ. യഹൂദർ, ബി. ഇസ്രായേൽ, സി. ജബൂസിയർ, ഡി. റോമാക്കാർ. ഉത്തരം ബി. ഇസ്രായേൽ. ചോദ്യം 10. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? എ. ജെറുസലേം, ബി. സിയോൻ, സി. നസറത്ത്, ഡി. കഫർനാം. ഉത്തരം എ. ജെറുസലേം. ചോദ്യം 11. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയ്ക്കേണ്ടത് എന്തിനെ? എ. ജെറുസലേമിനെ, ബി. ഇസ്രായേലിനെ, സി. സിയോനെ, ഡി. കർത്താവിൻ്റെ ആലയത്തെ. ഉത്തരം സി. സിയോനെ. ചോദ്യം 12. കർത്താവ് അവിടുത്തെ ആലയത്തെ എന്തുകൊണ്ടാണ് നിറയ്ക്കേണ്ടത്? എ. അത്ഭുതങ്ങൾ കൊണ്ട്, ബി. ശക്തി കൊണ്ട്, സി. മഹത്വം കൊണ്ട്, ഡി. തേജസ് കൊണ്ട്. ഉത്തരം സി. മഹത്വം കൊണ്ട്. ചോദ്യം 13. കർത്താവ് ആർക്കാണ് സാക്ഷ്യം നൽകേണ്ടത്? എ. സ്വന്തം ജനത്തിന്, ബി. അന്യജനത്തിന്, സി. ആദ്യ സൃഷ്ടികൾക്ക്, ഡി. സർവസൃഷ്ടികൾക്കും. ഉത്തരം സി. ആദ്യ സൃഷ്ടികൾക്ക്. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം 14. കർത്താവെ, അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്താണ് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കേണ്ടത്? എ. അഹറോൻ, ബി. മോശ, സി. ദാവീദ്, ഡി. ഏലിയ. ഉത്തരം എ. അഹറോൻ. ചോദ്യം 15. പൂരിപ്പിക്കുക. അങ്ങാണ് ഡാഷ്
കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. എ. ദൈവമായ, ബി. സർവശക്തനായ, സി. അത്യുന്നതനായ, ഡി. യുഗങ്ങളുടെ ദൈവമായ. ഉത്തരം ഡി. യുഗങ്ങളുടെ ദൈവമായ. ചോദ്യം 16. വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആര്? എ. സൂക്ഷ്മബുദ്ധി, ബി. അനുഭവസമ്പന്നൻ, സി. വിദ്യാസമ്പന്നൻ, ഡി. ദൈവഭക്തൻ. ഉത്തരം എ. സൂക്ഷ്മബുദ്ധി. ചോദ്യം 17. ദുഃഖം വിതയ്ക്കുന്നത് ആര്? എ. ദുഷ്ടൻ, ബി. കുടിലബുദ്ധി, സി. ശത്രു, ഡി. അഹങ്കാരി. ഉത്തരം ബി. കുടിലബുദ്ധി. ചോദ്യം 18. പുരുഷൻ എല്ലാ സ്ത്രീകളെയും എങ്ങനെ പരിഗണിക്കുന്നില്ല? എ. സൗന്ദര്യവതികളായി, ബി. അനുരൂപകളായി, സി. ബുദ്ധിമതികളായി, ഡി. കാരുണ്യവതികളായി. ഉത്തരം ബി. അനുരൂപകളായി. ചോദ്യം 19. പുരുഷനെ സന്തുഷ്ടനാക്കുന്നതെന്ത്? എ. സ്ത്രീയുടെ സൗമ്യത, ബി. സ്ത്രീയുടെ സൗന്ദര്യം, സി. സ്ത്രീയുടെ വിനയം, ഡി. സ്ത്രീയുടെ കരുണ. ഉത്തരം ബി. സ്ത്രീയുടെ സൗന്ദര്യം. ചോദ്യം 20. സ്ത്രീയുടെ ഭാഷണം എപ്രകാരമാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകും? എ. വിനയവും ബഹുമാനവും, ബി. വിനയവും സൗമ്യതയും, സി. സ്നേഹവും സൗമ്യതയും, ഡി. ബഹുമാനവും സൗമ്യതയും. ഉത്തരം ബി. വിനയവും സൗമ്യതയും. ചോദ്യം 21. എന്താണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്? എ. ഭാര്യ, ബി. സ്ത്രീ, സി. ആരോഗ്യം, ഡി. ബുദ്ധി. ഉത്തരം എ. ഭാര്യ. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർത്തുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.